ബിക്കോസ് മൺഡേ ടു സാറ്റർഡേ ബിസി ഷെഡ്യൂളും ബിസി വർക്കുമായിട്ട് ഞങ്ങൾ ആകെ ടയർഡായി ഇരിക്കും. അപ്പോഴാണ് സൺഡേ മോർണിംഗ് നമുക്കൊരു തോന്നലുണ്ടാവുക, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കണമെന്ന്. പക്ഷെ അതിന് ഇനി പിന്നെയും പുറത്ത് പോകണം, പിന്നെയും റെസ്റ്റോറൻറ്റ് പോകണം, അതൊക്കെ ഒരു മെനക്കെട്ട കാര്യമാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചില്ലി ചിക്കൻ പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയെന്ന് ഈ വീഡിയോ കണ്ടു നോക്കി, അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻഫോവെൽത്ത്. ഇൻഫർമേഷൻ എപ്പോഴും ഒരു സമ്പാദ്യമാണ്. വേറെ വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നല്ല ക്ലീൻ ചെയ്ത ഫ്രഷ് ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇടുക, അതിനുശേഷം പെപ്പർ പൗഡർ ഇടുക, അതിനുശേഷം നല്ല കാശ്മീരി മുളക് പൊടി ഇടുക, അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, പിന്നെ വിനാഗിർ ഒഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈമോ യൂസ് ആക്കാൻ പറ്റും. പിന്നെയാണ് സോയാ സോസ് മസ്റ്റാണ് ഈ സംഭവത്തിന്. സോ അതും കൂടി ഒഴിക്കുക. അതിനുശേഷമാണ് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം, യെല്ലോ ഇടരുത്, വൈറ്റ് മാത്രം നിങ്ങൾ ഇതിലേക്ക് പോർ ചെയ്യുക. അതിനുശേഷം നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ആക്കണം. എന്തിനു വെച്ചാൽ ഇത് മസാല എല്ലാം അതിൽ ചിക്കനിൽ പിടിച്ചിരിക്കണം. അത് മിക്സ് ആക്കാൻ വെച്ചതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ 30 minutes അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം കോൺഫ്ലവർ ആഡ് ആക്കുക. കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ ചിക്കൻ ഇപ്പോൾ ഞങ്ങൾ ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഈ കോൺഫ്ലവർ ഇല്ലതുകൊണ്ട്. സോ നല്ലോണം കോൺഫ്ലവർ മിക്സ് ആക്കുക, നല്ലോണം പറഞ്ഞാൽ നല്ല മിക്സ് ആക്കുക. നല്ലൊരു അതിൻ്റെ കോൺഫ്ലവർ എല്ലാം അതിൻ്റെ മുകളിൽ പിടിച്ചിരിക്കണം, അതേപോലെ മിക്സ് ആക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലോണം ചൂടാവണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഇടണം. ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ കബാബ് ഒക്കെ ചെയ്യില്ല, അതേപോലെ തന്നെ നല്ല ചിക്കൻ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. പലർക്കും പല ടേസ്റ്റാണ്. അപ്പോൾ ചിലർക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ് ഇഷ്ടം, ചിലർക്ക് ക്രിസ്പി അത്ര ഇഷ്ടമല്ല. സോ നിങ്ങൾ ക്രിസ്പി നല്ലോണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നല്ലോണം ഡീപ്പ് ഫ്രൈ ആക്കുക. ഈ ചിക്കൻ നല്ല കുറച്ച് റെഡിഷ് വരണം, അതുവരെ നിങ്ങൾ നല്ലോണം ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ ചില്ലി ചിക്കൻ്റെ ക്രിസ്പി ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇത് ഈ ഓയിലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സോസും പിന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കാൻ പോവാണ്. സോ ഇത് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇനി അടുത്തത് ഇതിൻ്റെ സോസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് സോയ സോസ് ഇടുക. അതിനുശേഷം റെഡ് ചില്ലി സോസ് അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് ഇടുക. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ്. സോ ടൊമാറ്റോ കെച്ചപ്പ് മസ്റ്റാണ്, സോ അതും ഇടുക. അതിട്ടതിന് ശേഷം കുറച്ച് പെപ്പർ പൗഡർ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടുക. അതിനുശേഷം കുറച്ച് ചില്ലി പൗഡർ. അടുത്തത് വിനീഗറോ ലൈമ് അതൊരു സ്പൂൺ ഇടുക. അതിനുശേഷം കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട്, അതായത് നിങ്ങൾക്ക് എത്രയാണോ ഈ സോസിൻ്റെ വാട്ടർ ആവശ്യമില്ല അത്ര വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. സോ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ അങ്ങോട്ട് സൈഡിലോട്ട് വെക്കുക. അപ്പോൾ ഗൈസ്, അടുത്തത് ഒരു മസാല ഉണ്ടാക്കാൻ പോവാണ്. ഇതിനെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ കുറച്ച് സവോള ഇട്ട് വാറിയിട്ടാണ്ട് ഇടുക. സവോള വാറിയിട്ടാൽ മാത്രം പോരാ, നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നല്ലോണം ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ സവോള വേവണില്ല എന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചാണ്ട് ഉപ്പാണ്ട് എടുത്തിട്ട് വെതരുക. അപ്പോൾ ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കുമ്പോൾ ഈ സവോള പെട്ടെന്ന് വെന്ത് കിട്ടും. സോ അത് മാത്രമല്ല, നമ്മൾ ഉപ്പ് ചേർത്തത് എവിടെയെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ മാത്രമാണ് നമ്മൾ ഉപ്പിട്ടത്. സോ ഈ മസാലയ്ക്കും പിന്നെ ഈ സോസിനും ഉപ്പ് മസ്റ്റാണ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക, ആവശ്യത്തിന് മാത്രം, കൂടിപ്പോവാതെ നോക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്താ ഇടാൻ പോണെന്ന് വെച്ചാൽ കുറച്ച് ക്യാപ്സിക്കം ഇടുകയാണ്. ക്യാപ്സിക്കം ചില്ലി ചിക്കനിലെ മസ്റ്റായ സാധനമാണ്. വിതൗട്ട് ക്യാപ്സിക്കം എന്ത് ചില്ലി ചിക്കനാണ്. അതിനുശേഷമാണ് കുറച്ച് ഗ്രീൻ ചില്ലി ഇടുക. നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവ് വേണ്ടത് അതേപോലെ ഗ്രീൻ ചില്ലി ഇടുക. അതിനുശേഷം ഈ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് അത് ഇടുക. അത് ഇട്ടിട്ട് നല്ലോണം ഇട്ട് ഇളക്കി കൊടുക്കുക. ഈ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അടിഭാഗമല്ലേ, അതാണ് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്. സോ അതിനുശേഷമാണ് കുറച്ച് ഇഞ്ചിയായിട്ട് വെതറി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗാർലിക്കിനായിട്ടൊന്ന് വെതറിയായിട്ട് കൊടുക്കുക. അത് വെതറിൻ്റെ കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് ഇളക്കുക. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് സെറ്റാകുമ്പോൾ ഒരു സ്പൂണ്, അതായത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് മസ്റ്റാണ്.
സോ അത് ഇട്ടിട്ട് നല്ലോണമായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കുക. ഇളക്കി 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 ഇതൊന്ന് നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ അപ്പം റെഡിയാക്കിയ സോസ് ഇതായിട്ട് ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതൊഴിച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് നല്ലോണം ഇങ്ങനെ തിളപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ വെന്ത് വരും. ഇങ്ങനെ നല്ലോണം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ വേവിക്കുക. അപ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരും നിങ്ങൾക്ക്. അടുത്തത് നമ്മുടെ ക്രിസ്പി ചിക്കൻ ഫ്രൈ എടുത്തിട്ട് ഇതിലോട്ടാണ്ട് ഇട്ടാണ്ട് കൊടുക്കുക. കമത്തിയിട്ടില്ല, നല്ലോണമായിട്ട് ഇളക്കുക. നല്ലോണം മിക്സ് ആവണം. ഈ മസാല ഒക്കെ നല്ല ഒന്ന് മിക്സ് ആയിട്ട് ഇങ്ങനെ വരണം. നല്ലോണം ഒന്ന് ഇളക്കുക. ഇതിന് ശേഷം ലാസ്റ്റ് ഒരു ടച്ചപ്പ് ഉണ്ട്. എന്താ അറിയോ? സ്പ്രിങ് ഓനിയൻ. നമ്മൾ സ്പ്രിങ് ഓനിയൻ്റെ അടിഭാഗമാണ് എടുത്തത്. സോ ഇനി ഇടാൻ പോണത് എന്തെന്ന് വെച്ചാൽ സ്പ്രിങ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട്. സോ സ്പ്രിങ് ഓണിയൻ ഒരു മസ്റ്റ് ഒരു സംഭവമാണ് ഈ ചൈനീസ് ഐറ്റംസിലൊക്കെ. സോ ഇനി ഒന്നുമില്ല, ഒന്ന് നല്ലോണം ഇളക്കുക. ഒരു പാത്രം എടുക്കുക, ഇതാണ്ട് അതിലോട്ട് തട്ടുക, പിന്നാണ്ട് സ്റ്റാർട്ടാക്കുക. മോനെ എന്ത് യുദ്ധം, ചില്ലി ചിക്കൻ തിന്നുന്ന യുദ്ധം. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്പിയും ടേസ്റ്റിയുമായ ചില്ലി ചിക്കൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. കുറച്ച് എരിവ് കൂടി ഉണ്ട്, പക്ഷെ എനിക്ക് സ്പൈസി കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സ്പൈസി കൂടുതൽ ഇട്ടതാണ്. സൂപ്പർ ഉണ്ട് ഗൈസ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഹോട്ടലിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ട്രൈ ചെയ്തിട്ട് എനിക്ക് എങ്ങനായിന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. ബിക്കോസ് അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ സൈനിങ് ഓഫ്. ബൈ ബൈ.